സിവിൽ സർവീസിനെയും പൊതുമേഖലയെയും ആകെ തന്നെ തകർക്കാനുള്ള ആസൂത്രിത നീക്കങ്ങൾ വേൾഡ് ബാങ്കിൻ്റെ ചരടുകളുള്ള ലോണുകളുടെ ഭാഗമായി ഇന്ത്യയിലേക്കും കടന്നു വരുന്ന സാഹചര്യത്തിലാണ് രാജ്യത്തെ ആദ്യത്തെ ദേശീയ പണിമുടക്കം നടക്കുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മുടെ ബൈലോ ഭേദഗതി ചെയ്യപ്പെടുന്നത്. പണിമുടക്കിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുന്നത്, പണിമുടക്കുന്നത്. ആ ആദ്യ പണിമുടക്കിനെ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗമായ സഖാവ് CJ ജോസഫിനെ പിരിച്ചുവിട്ടുകൊണ്ട് ഭരണകൂടം നേരിടുന്നത്, അതിനെ അവിടെ കൊണ്ട് സംഘടന ഒരു അടി പിറകോട്ട് പോവുകയല്ല, കുതിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് 85-ന് ശേഷം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. 2002 ആകുമ്പോഴേക്കും ആ പണിമുടക്കത്തിൻ്റെ ഉജ്ജ്വല നേതൃത്വത്തിലേക്ക് KGY കടന്നു വരിക മാത്രമല്ല, ആഗോളവൽക്കരണ നയങ്ങൾ ഒരു പാക്കേജായി കേരളത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ സിവിൽ സർവീസിനെ ഡൗൺ ചെയ്ത് ഇല്ലാതാക്കാനുള്ള കയ്പ് കഷായവും മുണ്ടുമുറുക്കി ഉടുക്കലുമായി എന്ന് AK ആന്റണി മുന്നോട്ട് വന്നെങ്കിൽ അതിനെ അതിജീവിച്ചുകൊണ്ട് 32 ദിവസം നീണ്ടു നിൽക്കുന്ന പണിമുടക്കത്തിൻ്റെ നേതൃത്വ നിരയിലേക്ക് വരികയും പിന്നീട് ആക്ഷൻ കൗൺസിലിൻ്റെയും പിന്നീട് FSCTയുടെയും ദേശീയ ഫെഡറേഷൻ്റെയും അതോടൊപ്പം തന്നെ സാർവദേശീയ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ ഭാഗമായി KGY പടിപടിയായി ഉയർന്നു വരുന്ന സാഹചര്യം, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിലുള്ള ഓഫീസർമാരുടെ ഈ ഏഷ്യയിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ സംഘടനയായി KGY വളർന്നു വന്നത്. എപ്പോഴൊക്കെ പ്രതികൂല സാഹചര്യങ്ങളുണ്ടോ ആ പ്രതികൂല സാഹചര്യങ്ങളെ കരുത്തോടെ മുറിച്ചു കടന്നുകൊണ്ടാണ് 2013 രാജ്യത്ത് ആദ്യമായി നടന്ന പങ്കാളിത്ത പെൻഷനെതിരെയുള്ള അനിശ്ചിതകാല പണിമുടക്കത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നയിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായും ഒരു ബദൽ മുന്നോട്ട് വെച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സ്വപ്നങ്ങളെ, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നങ്ങളെയൊക്കെ തന്നെ ആലേഖനം ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഭരണഘടനയുടെ മാർഗ്ഗനിർദ്ദേശ തത്വങ്ങളിലാണ്. ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മതനിരപേക്ഷതയും സമത്വവും സാഹോദര്യവും അടക്കമുള്ള മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ അതിശക്തമായിട്ടുള്ളൊരു ഗവൺമെൻറ്, രാജ്യത്തിന് വഴികാട്ടുന്ന ഒരു അതിശക്തമായൊരു ഗവൺമെൻറ് കേരളത്തിൽ 10 വർഷമായി നിലനിൽക്കുകയായിരുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന രീതിയിൽ, ലോക വികസിത രാജ്യങ്ങളോടൊപ്പം കുതിക്കാൻ കഴിയുന്ന രീതിയിൽ, കേരളത്തെ പാകപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ വലിയ മുന്നേറ്റം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിയോ ഫാസിസത്തിൻ്റെ കരാളഹസ്തങ്ങൾ, അദൃശ്യമായിട്ടുള്ള കരാളഹസ്തങ്ങൾ ഈ കേരള സമൂഹത്തെ വരിഞ്ഞു മുറുക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് എന്നതുകൂടി തിരിച്ചറിയേണ്ടതുണ്ട്. ഹിറ്റ്ലറുടെയും അതോടൊപ്പം തന്നെ മുസോളിനിയുടെയും ഫാസിസത്തെ നേരിട്ട് കാണാൻ കഴിയുമെങ്കിൽ ഇത് അപരവിദ്വേഷം വളർത്തിയും ഭീതി വളർത്തിയും ജനങ്ങളെ ഭിന്നിപ്പിച്ചും കൃത്യമായ പ്രതീതികൾ നിർമ്മിച്ചും ജനങ്ങളുടെ ചിന്താഗതിയെ ആകെ മാറ്റിമറിക്കാൻ കഴിയുന്ന അൽഗോരിതങ്ങൾ അതിവേഗതയിൽ, നമ്മൾ നടത്തുന്ന പ്രചരണങ്ങളുടേക്കാൾ 10 മടങ്ങ് വേഗതയിൽ, 100 കണക്കിന് വേഗതയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കം ഉപയോഗിച്ചുകൊണ്ട് ജനമനസ്സുകളുടെ തന്നെ സ്വാധീനിക്കാനും മാറ്റിമറിക്കാനും കഴിയുന്ന രീതിയിലേക്കുള്ള വെല്ലുവിളികളടക്കം ഉയർന്നു വരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ കേരളം മുന്നോട്ട് വെച്ച ഈ ബദലിനെ അട്ടിമറിക്കാൻ വേണ്ടി രണ്ടാം വിമോചന ശ്രമത്തിന് ഒരു പരിധിവരെ കഴിഞ്ഞു എന്നുള്ളത് താൽക്കാലികമായ ഒരു അട്ടിമറി. 1, 2, 3 വർഷത്തിനകം തകർന്നു വീഴാൻ പോകുന്ന ഈ മാറ്റത്തിനെ കൃത്യമായി മുറിച്ചു കടന്ന് മുന്നോട്ട് പോകാൻ കരുത്തുറ്റ സംഘടന, ആ സംഘടനയുടെ ശുഭ്രപതാകയ്ക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. കൃത്യമായും തീവ്ര വലതുപക്ഷ മുന്നേറ്റം, അതിൻ്റെ ആദ്യത്തെ കെടുതികൾ അനുഭവിച്ച ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ അതിനെ മുറിച്ചു കടന്ന് പിന്നീട് മുന്നോട്ട് വന്നെങ്കിൽ വീണ്ടും അവിടെ തീവ്ര വലതുപക്ഷ നയങ്ങൾ പിടിമുറുക്കുകയാണ്. വലിയ തോതിൽ സോഷ്യൽ മീഡിയ അടക്കം നമ്മൾ എന്ത് ചിന്തിക്കണമെന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന സാഹചര്യം, നമ്മുടെ മനസ്സുകളെ അടക്കം മാറ്റിമറിക്കാൻ കഴിയുന്ന സാഹചര്യം, വേട്ടക്കാരെ കൃത്യമായും ഇരകൾക്ക് വിധേയപ്പെടുന്ന രീതിയിൽ, ഇരകളാകെ തന്നെ വേട്ടക്കാർക്ക് വിധേയപ്പെടുന്ന രീതിയിൽ, ഇരകളെയാകെ തന്നെ വേട്ടക്കാർ അണിനിരത്തുന്ന രീതിയിൽ ലോകമെമ്പാടും തീവ്ര വലതുപക്ഷ നയങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെ അടക്കം മുറിച്ചു കടക്കാൻ കഴിയുന്ന രീതിയിൽ സത്യത്തിൻ്റെ തൂവള്ളക്കൊടി അതിശക്തമായി മുന്നേറ്റം ഉയർത്തേണ്ട ഒരു പൊതു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവധാനതയോടുകൂടി ഏറ്റവും താഴെത്തട്ടിലുള്ള ജീവനക്കാരോട് യൂണിറ്റ് തലത്തിലുള്ള കമ്മിറ്റികളിൽ അതിശക്തമായി അത്തരം കമ്മിറ്റികളെ ശാക്തീകരിച്ചുകൊണ്ട് സീറ്റ് ടു സീറ്റ് ക്യാമ്പയിൻ, വായ്മഴിയുടെ കരുത്തടക്കം ഉപയോഗിച്ചുകൊണ്ട് ഓരോ ജീവനക്കാരനെയും കാര്യങ്ങൾ യാഥാർത്ഥ്യത്തിൻ്റെ മുന്നിലേക്ക് അവരെ കൊണ്ടുവരേണ്ട സാഹചര്യം, എങ്ങനെയാണോ കർഷക സംഘടനകൾ നമ്മുടെ കർഷകരെ ലോങ് മാർച്ചിലേക്ക് നയിക്കാൻ കഴിയുന്ന രീതിയിൽ അവരുടെ മുമ്പിലുള്ള യഥാർത്ഥ ശത്രുവിനെ തുറന്നു കാണിച്ചുകൊണ്ട് മുംബൈയിലും അടക്കം നടന്നിട്ടുള്ള വലിയ ലോങ് മാർച്ചുകൾ, രാജ്യം ദർശിച്ച ഏറ്റവും വലിയ കർഷക സമരം, ഇപ്പോൾ നോയിഡയിൽ ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുന്ന ലേബർ കോഡുകൾ മുന്നോട്ട് വെക്കുന്ന 12 മണിക്കൂർ ജോലി, 6000 രൂപ ശമ്പളം, സ്ഥിരം തൊഴിൽ ഇനി രാജ്യത്ത് വേണ്ട, സംവരണം ഇനി രാജ്യത്ത് വേണ്ട എന്ന അജണ്ടയെ പൂർണ്ണമായും തകർത്തെറിയുന്ന രീതിയിൽ നോയിഡയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമര കൊടുങ്കാറ്റ് ഇന്ന് ഇന്ത്യയാകെ ഏറ്റെടുക്കാൻ പോവുകയാണ്. ആ കൊടുങ്കാറ്റിനോടൊപ്പം തന്നെ ഉയർന്നു മുന്നേറാൻ കഴിയുന്ന രീതിയിലേക്ക് കേരള ഗസറ്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ മാറിക്കഴിഞ്ഞു. സ്ഥലം മാറ്റം പോലെയുള്ള ചെറിയ ഭീഷണികൾ ഉയർത്തിക്കൊണ്ട് ഈ സംഘടനയുടെ മുന്നേറ്റം തകർക്കാമെന്നുള്ള ചില ആളുകൾ വ്യാമോഹിക്കുകയാണ്. സിവിൽ സർവീസ് തകർന്നാലും വേണ്ടില്ല, കേരളത്തിൻ്റെ സാമൂഹ്യ സുരക്ഷ തകർന്നാലും വേണ്ടില്ല, രാജ്യത്തിൻ്റെ ഭരണഘടന ഒലിച്ചു പോയാലും വേണ്ടില്ല, ഞങ്ങൾക്ക് കിട്ടാനുള്ള സ്ഥലമാറ്റത്തിൽ കൂടി കിട്ടുന്ന നക്കാപ്പിച്ച മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന രീതിയിലേക്ക് ചുരുങ്ങിപ്പോകുന്ന ചില ആളുകൾ ഇപ്പോൾ സിവിൽ സർവീസിൽ
നേതൃത്വം കൊടുക്കാൻ വേണ്ടി വരുന്ന ഒരു സാഹചര്യം, അവരെ അടക്കം തുറന്നു കാണിച്ചുകൊണ്ട് ഈ സിവിൽ സർവീസിനെയും കേരളം ആർജിച്ചിട്ടുള്ള നേട്ടങ്ങളെയും സംരക്ഷിക്കാൻ മറ്റൊരു മാർഗവുമില്ല. കഴിഞ്ഞ 10 വർഷമായി കേരളം രാജ്യത്തിന് മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ മാതൃകയെ സംരക്ഷിക്കാനും നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും എന്ത് ഭീഷണിയെയും അതിജീവിച്ചുകൊണ്ട് 6 പതിറ്റാണ്ടിൻ്റെ സമരചരിത്രം മനസ്സിലേറ്റിക്കൊണ്ട് ഏത് ഭീഷണിയെയും അതിജീവിച്ചുകൊണ്ട് നമ്മൾ മുന്നേറും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് ഈ ശുഭ്രപതാകയ്ക്ക് കീഴിൽ അണിനിരന്നിട്ടുള്ള നൂറുകണക്കിന് സഖാക്കൾ എന്നുള്ളത് കൃത്യമായും നമ്മൾ തിരിച്ചറിയുന്നു. ഈ മുന്നേറ്റം നമ്മൾ നാളെയും മുന്നോട്ട് കൊണ്ടുപോകും അതിശക്തമായി. ഏതാനും വർഷങ്ങൾക്കകം ഈ ശുഭ്രപതാക ഉയരുമ്പോൾ വീണ്ടും ഈ കേരളത്തിൻ്റെ ജനപക്ഷ ബദൽ അത് വീണ്ടും സംരക്ഷിക്കപ്പെട്ട് തിരിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ അത് അനധിവിദൂരമല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ അണിനിരന്നിട്ടുള്ള മുഴുവൻ സഖാക്കളെയും KGY സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇൻകുലാബ് സിന്ദാബാദ്, KGY സിന്ദാബാദ്, 60ാം സംസ്ഥാന സമ്മേളനം സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, KGY സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ അമരന്മാർ, അമരന്മാർ അവർ ധീരന്മാർ, അവർ നയിച്ചൊരു പാതയിലൂടെ, വർഗസമര പാതയിലൂടെ മുന്നോട്ടിനെയും മുന്നോട്ട്. KGY സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്. രക്തസാക്ഷി മരിക്കുന്നില്ല, ഇല്ല ഇല്ല മരിക്കുന്നില്ല, രക്തസാക്ഷി മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ഞങ്ങളിലൊഴുകും ചോരയിലൂടെ. ഇൻകുലാബ് സിന്ദാബാദ്, KGY സിന്ദാബാദ്.